അതായത് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തും, തീർച്ചയായിട്ടും. പറയേണ്ടതാണെങ്കിൽ ഇനി പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിനകത്തൊന്നും സംശയമൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ ഒരു പ്രമുഖ വനിതാ നേതാവ് നമുക്കെതിരെ ഗുരുതരമായിട്ടൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പി ദിവ്യയുടെ കേസിൽ ഞാൻ പ്രതിയാണ് എന്നാണ്. എനിക്കറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു കേസ് എനിക്കെതിരെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ നിരന്തരം സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു അധിക്ഷേപം വരുന്നുണ്ട്. സ്ത്രീ പക്ഷ നിലപാട് സ്വീകരിച്ച് എന്നും നിന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നമ്മൾക്കൊരു പക്ഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ പക്ഷമാണ്. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ ചാനലിനകത്ത് പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിലൂടെ നമ്മൾ മഹത്വവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവയവദാനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൊണ്ടുവന്ന വാർത്തയാണ് ഇന്നിപ്പോൾ ED അന്വേഷണവുമായിട്ട് മാറിയിരിക്കുന്നത്. ED അന്വേഷണത്തിന് മൊഴി കൊടുത്തിരിക്കുന്നതും ആ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾ തന്നെയാണ്. നമസ്കാരം. വൈറ്റ്സ് വൺ TV ന്യൂസിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെല്ലാം അതിൻ്റെ കമൻറ്റ് ബോക്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള കമൻറ്റുകളുണ്ടാവും. വാർത്തയോടുള്ള പ്രതികരണങ്ങൾ മാറ്റി നിർത്തിയാൽ സ്ഥാപനത്തിനുള്ള ഭീഷണികളുണ്ട്, വിമർശനങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, അങ്ങനെ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണാം. അപ്പം അതിൽ തിരുത്തേണ്ടവയെക്കുറിച്ച് പറഞ്ഞു തരുന്നവരുണ്ട്, അങ്ങനെ നല്ല ഉദ്ദേശത്തോടെ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇത്തരം പ്രതികരണങ്ങളോടൊക്കെയുള്ള സ്ഥാപനത്തിൻ്റെ നിലപാടെന്താണ്? അതായത് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തും, തീർച്ചയായിട്ടും. പറയേണ്ടതാണെങ്കിൽ ഇനി പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിനകത്തൊന്നും സംശയമൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ ഒരു പ്രമുഖ വനിതാ നേതാവ് നമുക്കെതിരെ ഗുരുതരമായിട്ടൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പി ദിവ്യയുടെ കേസിൽ ഞാൻ പ്രതിയാണ് എന്നാണ്. എനിക്കറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു കേസ് എനിക്കെതിരെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ സ്ഥാപനത്തിന് അവരുമായിട്ട് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, ഞാനും സംസാരിക്കാറില്ല. പക്ഷേ വേറെ എനിക്കറിഞ്ഞുകൂടാ എനിക്ക് കേസുള്ളതായിട്ട്. പിന്നെ ഞാൻ നിരന്തരം സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു അധിക്ഷേപം വരുന്നുണ്ട്. സ്ത്രീ പക്ഷ നിലപാട് സ്വീകരിച്ച് എന്നും നിന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ രാജൻ ജോസഫിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഭാഷയിൽ എന്തെങ്കിലും മിതത്വം വേണമോ വേണ്ടയോ എന്നുള്ളത് അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണത്. അതല്ലാതെ എന്താ ഇപ്പോൾ പറയുക, കാരണം ഒരാളെ പിടിച്ചുകൊണ്ട് വന്നു തല്ല് കിട്ടേണ്ടതാണെങ്കിൽ തല്ല് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചും കൊടുക്കില്ലേ? ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും എപ്പോഴെങ്കിലും കിട്ടൂലേ? ഇതൊരു എന്താ പറയുക, ഒരാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തലത്തിലേക്കൊന്നും പോകണമെന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ, ചില പറച്ചിലുകളിൽ തിരുത്തലുകൾ ആവശ്യം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പരിശോധിച്ച് അത് തിരുത്തേണ്ടത് തന്നെയാണത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇലക്ഷൻ സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും ചില പ്രഡിക്ഷൻസ് നടത്തും. ഈ പ്രഡിക്ഷൻസ് നടത്തുന്ന സമയത്ത് ഏറെ വേദന ഉണ്ടാക്കിയൊരു സംഭവമാണ് ഈ ഷുക്കൂർ എന്ന് പറയുന്ന മുൻ അമ്പലപ്പുഴ MLA-യും അതോടൊപ്പം തന്നെ DCC പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആൾ. അദ്ദേഹം ഒരു പക്ഷേ നമ്മൾ ആ വാർത്തയുടെ കണ്ടന്റ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നില്ല, ഒരു ചെറിയ കാർഡാണ്. പക്ഷെ അത് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ എന്നെ നേരിട്ട് വിളിക്കുന്നു, വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. മോനെ, എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഏകപക്ഷീയമായിട്ട് ചില കാര്യങ്ങളിൽ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അടിയന്തരമായിട്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും, ഞാൻ നേരത്തെ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന പല ആളുകളും ഒരുപക്ഷെ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവത്തില്ലായിരിക്കും. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ചില തിരുത്തലുകളെ കുറിച്ചൊക്കെ നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കണം. അതിന് നമ്മൾക്കൊരു പക്ഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ പക്ഷമാണ്. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ ചാനലിനകത്ത് പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിലൂടെ നമ്മൾ മഹത്വവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് അവയവദാനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൊണ്ടുവന്ന വാർത്തയാണ് ഇന്നിപ്പോൾ ED അന്വേഷണവുമായിട്ട് മാറിയിരിക്കുന്നത്. ED അന്വേഷണത്തിന് മൊഴി കൊടുത്തിരിക്കുന്നതും ആ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾ തന്നെയാണ്. അത് കൃത്യമായിട്ട് എനിക്കറിയാം. അത് നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ടോൾറാപ്പോ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഈ കമ്പനി നടത്തുന്നത് നിക്ഷേപ തട്ടിപ്പാണ് എന്ന് ആദ്യം പുറത്തു കൊണ്ടുവന്നത് നമ്മളാണ് കൊണ്ടുവന്നത്. ഒരു ദിവസത്തെ വാർത്ത മാത്രമായിരുന്നത്. വേറെ ഒരു മാധ്യമങ്ങളും പിന്നെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അതുകൂടാതെ അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ നമ്മുടെ വാളിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുകൂടാതെ 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാകും എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം ഇവിടെ ചെറുപ്പക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ആ സ്ഥാപനം മറ്റു മാധ്യമങ്ങളുടെ എല്ലാം ഒരു പരസ്യദാതാവാണ്. അതവർക്ക് പറയാൻ സാധിക്കില്ല. അതാണ് വസ്തുത. അപ്പോൾ അതിങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, വളരെയധികം വലിയൊരു പബ്ലിസിറ്റിയാണ് ഇന്ന് ആ വനിതാ നേതാവ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ഏറെ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു പബ്ലിസിറ്റി, കോടിക്കണക്കിന് രൂപ
മുടക്കിയാൽ നമുക്ക് ഈ ഒരു പബ്ലിസിറ്റി കിട്ടത്തില്ല. ഏതൊക്കെയാലും അതേ രീതിയിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന ഈ വനിതാ നേതാവിനോട് നമ്മൾ അഭിനന്ദനമാണ് പറയേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പത്തനംതിട്ടയിലും ഒക്കെ തെളിവെടുപ്പിന് പോയ സമയത്ത് അവിടെ DYFIക്കാരും SFIക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ പോലീസിന് ഇദ്ദേഹത്തെ അയാളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാമായിരുന്നു. പോലീസ് പൂർണ്ണ സുരക്ഷ ഒരുക്കിയിട്ടാണ് കൊണ്ടുപോയത്. എന്നാൽ ഇവിടെ അടൂർ പോലീസ് സ്റ്റേഷനിൽ എന്താണ് കൃത്യമായിട്ട് സുരക്ഷ ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ പോലീസുകാരും കൂടി പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ പല ആളുകളെയും ഇന്റർവ്യൂ എടുക്കാറുണ്ട്. ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന ആളുമായിട്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും വീഡിയോ എടുക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ അദ്ദേഹത്തിന് സുഖമല്ലാതെ വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അവരവരുടേതായിട്ടുള്ള ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളിൽ നിന്നാണ് ആ ബോധ്യങ്ങളെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരുത്തേണ്ടതാണെങ്കിൽ നമ്മൾ തിരുത്തേണ്ടതാണെങ്കിൽ ആ നിമിഷം തന്നെ തിരുത്താൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. മറിച്ച് ഭീഷണിയുടെ സ്വരവുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ അവിടെ ജീവിക്കുന്ന ആളുകളാണ്. അതല്ലാതെ എന്തെങ്കിലും മറച്ചു വെച്ചുകൊണ്ടോ ഒന്നും ജീവിക്കുന്ന ആളുകളല്ല. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആളുകൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതം എന്താണ് എന്ന് ധൈര്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള തെറ്റുകളും കുറവുകളും എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു സുപ്രഭാതത്തിൽ കാർന്നോമാരുടെ സ്വത്ത് കിട്ടി വന്നൊരുത്തൊന്നും അല്ല ഞാൻ. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അഴിമതിപ്പണം കൊണ്ട് ഉണ്ടാക്കി വന്ന ആളൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് ആ രീതിയിലൊക്കെ എന്താ പറയുക, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ PP ദേവിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടൊന്നും എന്നെ ബന്ധിപ്പിക്കാൻ നിൽക്കരുത്. എനിക്ക് ആ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അവർക്കെതിരെ ഒരു അക്ഷരം പോലും ഇന്നവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളിൽ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കൃത്യമായ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. ആ ഇനിഷ്യേറ്റീവ് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ആ വാർത്തകൾ പറഞ്ഞിട്ടുള്ളത്. അതിലെന്താണ് തെറ്റുള്ളത്? അതിൽ വലിയൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത് കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ വളരെ വലിയ രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ക്യാമറ കയ്യിലുള്ള ഓരോ ആളുകളും ഇന്ന് നമ്മുടെ നാട്ടിലെ ജേർണലിസ്റ്റുകളാണ്. ഭരണഘടനയുടെ 4ാം തൂണുകളായിട്ട് എല്ലാ സിറ്റിസൺസും മാറുന്നുണ്ട്. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രയോറിറ്റി ഉള്ള കുറേയധികം ആളുകളുണ്ട്. ഇവിടുത്തെ കുറെ പൊളിറ്റീഷ്യൻസ്, അധികാരത്തിലിരിക്കുന്ന ആളുകൾ, ഇവരെല്ലാം പ്രയോറിറ്റി ഉള്ള ആളുകളാണ്. പിന്നെ ഇവർക്ക് താഴെയുള്ള കുറെ മനുഷ്യരുണ്ടെന്നേ. പട്ടിണി അറിഞ്ഞു കഴിയുന്ന കുറെ മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ തൊഴിലില്ലാതെ നിൽക്കുന്ന കുറെ ആളുകളുണ്ട്, അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് അവർ തന്നെ മാധ്യമമായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. അവർ തന്നെ മാധ്യമമായിട്ട് മാറുന്ന അവസ്ഥ. അതിനൊന്നും ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം ധീരമായിട്ട് പറയാനുള്ള ഏത് കാര്യവും നമ്മൾ ധീരമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. പക്ഷെ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് ആര് പറഞ്ഞാലും അതിനെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തു പോകും. നമ്മൾ സ്ഥിരമായിട്ട് ഒരാളുടെ പുറകെ നടന്ന് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ? ഇപ്പോൾ ഈ മിഷൻ സമുദ്രവുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞത് നമ്മളാണ്. ഒരുപക്ഷെ എത്ര പേർ കണ്ടു എന്നറിയത്തില്ല, പബ്ലിക് എത്ര പേർ അത് കണ്ടു എന്നറിയില്ല. ആ സംഭവം ആദ്യമായിട്ട് പറഞ്ഞത് നമ്മളാണ്. അങ്ങനത്തെ പല വിഷയങ്ങളും നമ്മൾ ആദ്യം ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് മുഖ്യധാര ചാനലുകൾ ഏറ്റുപിടിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ തലങ്ങളിൽ ഉള്ള ആളുകൾക്ക് നമ്മുടെ മേലുള്ള വിശ്വാസം കൊണ്ടാണ്. നമ്മൾ അവരെ ഒറ്റുകൊടുക്കില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്, വാർത്തയുടെ സോഴ്സ് പറയില്ല എന്നൊരു ധാരണയുണ്ട്. അത് ഇനി ജീവൻ പോകേണ്ടി വന്നാലും നമ്മൾ ആ വാർത്തയുടെ സോഴ്സ് ഒരു കാരണവശാലും വെളിപ്പെടുത്താനും പോകുന്നില്ല. അത് ഓരോ മാധ്യമ സ്ഥാപനത്തിൻ്റെയും അവകാശം കൂടിയാണത്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താം തോമസേ. അതല്ലാതെ മറിച്ച് പറയേണ്ട കാര്യങ്ങൾക്ക് വായ് മൂടിക്കെട്ടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് വഴങ്ങുന്നവരാണ് എന്ന് ധരിക്കരുത്. പക്ഷെ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് വിളിക്കുന്നുണ്ട്. അവർ തരുന്ന നല്ല ഉപദേശങ്ങളുണ്ട്, അവർ പറയുന്ന തെറിയുണ്ട്. അതെല്ലാം സൗഹൃദങ്ങളിൽ നിന്ന് വരുന്ന തെറിയാണത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ തന്നെ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ തിരുത്തേണ്ട എന്തെങ്കിലും വസ്തുതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തി തന്നെ ആയിരിക്കും മുൻപോട്ട് പോവുക. അതിനർത്ഥം വായി മൂടിക്കെട്ടി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതായിരിക്കില്ല. വായി മൂടിക്കെട്ടി മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് താല്പര്യവും ഇല്ല. അതിലും ഭേദമൊക്കെ നമ്മൾ ഈ പണി നിർത്തുന്നതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു.